الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين أما بعد. عن حفصة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم من لم يجمع الصيام قبل الفجر فلا صيام له. റവാഹുൽ ഇമാമു തിർമിദി. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു ഈ നോമ്പിന്റെ പവിത്രമായ പകൽ എല്ലാ നിലക്കും നമുക്ക് ഖൈർ വർദ്ധിച്ചതാക്കി തരട്ടെ. എല്ലാവിധ നിഅമത്തുകളും അല്ലാഹു നമ്മിൽ നിലനിർത്തുകയും അവയെ വളർത്തി തരികയും ചെയ്യട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ഹഫ്സത്ത് എന്നവരിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു നബിവചനമാണ് ഇന്ന് കേൾപ്പിച്ചത്. സ്വാഭാവികമായും സാധാരണമായും പലരും കേട്ടിട്ടുള്ളതാണെങ്കിൽ പോലും ഇപ്പോഴും ആളുകൾക്ക് സംശയം തീർന്നിട്ടില്ല എന്നാണ് സമീപ സമയത്തെ ചില ആളുകളുടെ സംശയം ചോദിക്കലിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. അത് നോമ്പിന്റെ നിയ്യത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അള്ളാന്റെ ദൂതർ പറഞ്ഞത് നോമ്പിന്റെ നിയ്യത്തിനെ പറ്റി എന്താണെന്നറിയോ? മല്ലം യുജ്മിഇ സ്വയാമ ഖബ്ലൽ ഫജ്ർ, ഫജ്ർ വെളിവാകുന്നതിന് മുമ്പായി നോമ്പിനെ കുറിച്ച് ഒരു ദൃഢത മനസ്സിൽ കൊണ്ടുവരാതിരുന്നാൽ ഫലാ സിയാമ ലഹ്, അവനക്ക് നോമ്പില്ല. ഫജ്റിന്റെ മുമ്പായിട്ട് നോമ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ഉറപ്പ് മനസ്സിൽ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എനിക്ക് എന്തില്ല? നോമ്പില്ല. അന്നത്തെ നോമ്പ് എനിക്ക് ഉണ്ടാവൂല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്. ഇവിടെ എന്താ ഡൗട്ട് എന്നറിയോ? ചില ആളുകൾക്ക് നോമ്പിന്റെ നിയ്യത്തൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടാകും, എന്നാലും നിയ്യത്തില്ല, നിയ്യത്ത് വെക്കാൻ മറന്നുപോയി, നിയ്യത്ത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് അന്നത്തെ പകല് നോമ്പില്ലാന്ന് വിചാരിച്ചിട്ട് പിന്നെ നല്ലോണം തിന്നും കുടിക്കുകയും ചെയ്യും. വെറുതെ പട്ടിണി കിടക്കണ്ടല്ലോ, നോമ്പ് എന്തായാലും ഇല്ലല്ലോ. ആ തെറ്റിദ്ധാരണ നീക്കാനാണ് ഇന്നത്തെ ക്ലാസ്. മനസ്സിലായല്ലോ? നോമ്പിന്റെ നിയ്യത്ത് സുബഹിയുടെ മുമ്പ്, ഫർള് നോമ്പിന് സുബഹിയുടെ മുമ്പ് എന്ന് രാത്രി സമയങ്ങളിലാണ് നിയ്യത്ത് ഉണ്ടാവേണ്ടത്. ഫർള് നോമ്പിന്, സുന്നത്ത് നോമ്പിനല്ല, ആ നിർബന്ധമില്ല. ഫർള് നോമ്പാണോ, ഏത് ഫർള് നോമ്പാണെങ്കിലും ഇപ്പൊ നേർച്ചയാക്കിയിട്ട് ഫർളാവും ചില നോമ്പുകൾ. ആ ഫർള് നോമ്പിനും അതുപോലെ തന്നെ കഫാറത്ത് നോമ്പ് എന്ന് പറഞ്ഞിട്ട് നോമ്പുണ്ട്, ഹജ്ജിനൊക്കെ പോയാൽ ഉണ്ടാകണം. അതൊക്കെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട നോമ്പുകളാണ്. ആ നോമ്പിനെല്ലാം നിയ്യത്ത് രാത്രിയിൽ ആയിരിക്കണം. ഈ രാത്രി എന്ന് പറയുന്നത് ഏതിനെ കൊണ്ടാണ്? സൂര്യൻ അസ്തമിച്ചത് മുതൽക്ക് ഫജ്ർ വെളിവാകുന്നതിന്റെ ഇടയിലുള്ള സമയത്തിനാണ് രാത്രി എന്ന് പറയുന്നത്. എന്നല്ലാതെ 9 മണിക്ക് ശേഷം രാത്രി, 12 മണിക്ക് ശേഷം രാത്രി അങ്ങനെയല്ല. മഗ്രിബ് മുതലേ രാത്രിയാണ്. സുബഹിയുടെ അടുത്തുള്ള ടൈമല്ല രാത്രി. ആ രാത്രിയിൽ നിയ്യത്ത് വരണം. ഏതിന്റെ നിയ്യത്ത്? നോമ്പിനെ കുറിച്ചുള്ള നിയ്യത്ത്. ഈ നോമ്പിന്റെ നിയ്യത്ത് എന്ന് പറയുന്നത് എന്തോ ഒരു ആനത്തല പോലെ വലിപ്പമുള്ളതാകണം എന്നുള്ള ചിന്താഗതിയാണ് ചില ആളുകൾക്ക് ഉള്ളത്. ഈ തറാവീഹിനൊക്കെ വരുന്ന ആളുകൾ, പള്ളിയിലുള്ള ഉസ്താദ് നിയ്യത്ത് ഇങ്ങനെ വായ്ത്താരയായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ആദ്യം അറബിയിൽ പറയും, പിന്നെ മലയാളത്തിൽ പറയും. ഇതെല്ലാം കൂടി ചേർന്നത് നിയ്യത്ത്. അത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിയ്യത്തല്ല എന്നുള്ള തെറ്റിദ്ധാരണ. വാസ്തവത്തിൽ നോമ്പിന്റെ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എത്രേ വേണ്ടുള്ളൂ? നാളെ എനിക്ക് റമളാൻ നോമ്പാണ് എന്ന് മനസ്സിലുണ്ടായാൽ മതി, ഉദയം കൊണ്ടാൽ മതി ആ ഒരു ചിന്ത. നാളെ എനിക്ക് റമളാൻ നോമ്പാണ്, അല്ലെങ്കിൽ നാളത്തെ റമളാൻ നോമ്പ് ഞാൻ നോൽക്കും, നാളെയും കൂടി എനിക്ക് നോമ്പന്നെ, നാളെയും ഞാൻ റമളാൻ നോമ്പ് നോൽക്കും. ഇങ്ങനെ മനസ്സിൽ ഈ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു കാര്യം മനസ്സിൽ ഉദയം ചെയ്താൽ മതി നിയ്യത്താവാൻ. അതന്നെ നിയ്യത്ത്. എന്നല്ലാതെ നവൈതു സൗമഗദിൻ അൻഅദായി ഫർദ് റമളാൻ ഇതെല്ലാം കൂടി കൂട്ടി ചെല്ലണം എന്ന നിർബന്ധം ഇല്ല. ഈ പറഞ്ഞ ചേരുവകളെല്ലാം കൂടണം നിയ്യത്തിന് എന്നും ഇല്ല. എത്രേ വേണ്ടുള്ളൂ? റമളാൻ നോമ്പ് ഞാൻ നോൽക്കും, നാളെ എനിക്ക് റമളാനിലെ നോമ്പാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു മനസ്സിൽ ഈ വിചാരം മനസ്സിലുണ്ടായാൽ മതി. അത് മനസ്സിൽ ഉദയം കൊള്ളാന്നാണ്. ഈ രാത്രിയുടെ സമയത്ത് ഏത് സമയത്തും ഉണ്ടായാലും നിയ്യത്തിന് അത് മതി. എന്നാൽ പള്ളിയിൽ നമ്മൾ വെക്കുന്ന നിയ്യത്ത് അത് അതിന്റെ സുന്നത്തുകളും അദബുകളും എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. അതാണ് ഈ നവൈതു സൗമഗദിൻ അൻ അദാഇ ഫർദ് റമളാനി എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ റമളാൻ മാസത്തിലെ നാളത്തെ അദാ ആയ ഫർദായ നോമ്പ് നോൽക്കാൻ ഞാൻ കരുതി എന്ന് പറയുന്നത്. അതെല്ലാം സുന്നത്തുകളെല്ലാം കൂടി ചേർത്തിട്ട് വെക്കുകയാണ്. നോമ്പിന്റെ ഷോർട്ട് നിയ്യത്ത് ഏത് മതി?
നാളത്തെ റമളാൻ നോമ്പ് ഞാൻ നോൽക്കും, അല്ലെങ്കിൽ നാളെ എനിക്ക് റമളാന്റെ നോമ്പാണ് എന്ന് മനസ്സിൽ പറഞ്ഞാൽ മതി. ഈ മനസ്സുകൊണ്ടുള്ള വിചാരം രാത്രിയുടെ ഏതെങ്കിലും ഒരു സമയത്ത് മനസ്സിൽ വന്ന നിയ്യത്തിന് അത് മതി. ഇപ്പൊ ഉദാഹരണം പറയാം, ബാങ്ക് കൊടുക്കുമ്പോഴാണ് നമ്മൾ നിയ്യത്ത് വെക്കുന്നത്, അല്ല നോമ്പ് തുറക്കുന്നത്. മഗ്‌രിബ് ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ തുടങ്ങും. നോമ്പ് തുറക്കുമെന്നെ ഓനെ മനസ്സിൽ വന്ന് നാളെ എനിക്ക് നോമ്പ് തന്നെ, ഇന്നലെ ഇത്രയും കൂടുതൽ ബത്തക്ക് കിട്ടുകയാണെങ്കിൽ നാളെയും നോമ്പ് തന്നെ എന്ന് പറയുമ്പോൾ, ഒരു തമാശക്ക് പറയുമ്പോൾ ഇന്നലെ ഇത്ര വിഭവങ്ങൾ ഉണ്ടെങ്കിൽ നാളെയും ഞാൻ ഇതുപോലെ നോമ്പ് തന്നെയാണ്. അപ്പൊ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് അടുത്ത നോമ്പിന്റെ നിയ്യത്ത് മനസ്സിൽ വന്ന് മതി. ഏതെങ്കിലും ഒരാൾ പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ല, തറാവിക്ക് കൂടാൻ കഴിഞ്ഞില്ല, ഉസ്താദിന്റെ നിയ്യത്തിൽ കൂടി ചേരാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചിട്ട് നിയ്യത്തില്ലാണ്ടാവൂല. ഈ നിയ്യത്ത് ഏതെങ്കിലും ഒരു സമയത്ത് മനസ്സിൽ ഉദയം ചെയ്താൽ മതി. നാളെ എനിക്ക് ഫർളായ റമളാന്റെ നോമ്പാണ് എന്ന് മനസ്സിൽ വിചാരം വന്നാൽ അത് മതി നിയ്യത്താവാൻ. അപ്പോ ഒരു ദിവസം നോമ്പ് തുറക്കുമ്പോൾ അടുത്ത ദിവസത്തെ നിയ്യത്ത്. ഇശ നിസ്കരിച്ച് സലാം വീട്ടിയപ്പോ അവനക്ക് മനസ്സിൽ നിയ്യത്ത് വന്ന് മതി. ഉറങ്ങാൻ നേരത്ത് എനിക്ക് നിയ്യത്ത് വന്ന് മതി. ഉറങ്ങി എണീച്ചപ്പോ അത്താഴം വയ്ക്കാൻ എണീച്ചപ്പോ നോമ്പാണല്ലേ, നാളെ ഞാൻ നോമ്പ് തന്നെയാണ് എന്ന് നിയ്യത്ത് മനസ്സിൽ വന്നു. അതന്നെ നാളത്തെ ഫർദ് നോമ്പാണ് എനിക്ക്, നാളത്തെ റമളാൻ നോമ്പ് ഞാൻ നോൽക്കുകയാണ് എന്ന് മനസ്സിൽ നിയ്യത്ത് വന്നാൽ അത് മതി. സുബഹിയുടെ അത്താഴം കഴിച്ചിട്ട് നിയ്യത്ത് എന്നാലും മതി. ഏതെങ്കിലും ഒരു സമയത്ത് നിയ്യത്ത് മനസ്സിൽ വന്നാൽ അത് മതി. പക്ഷെ ചില ആളുകൾ ഈ ഒന്നിച്ചുള്ള നിയ്യത്ത് ഇങ്ങനെ വെക്കാത്തത് കൊണ്ട് എനിക്ക് നിയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകണം, പിറ്റേ ദിവസത്തെ നോമ്പ് വെറുതെ ഒഴിവാക്കുക. അത് ഭയങ്കര കടുപ്പാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ ഏത് സമയത്ത് മനസ്സിൽ നിയ്യത്ത് വന്നാലും മതി എന്ന് പറയുമ്പോൾ, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിയ്യത്ത് വന്നുണ്ടാക്കും. മഗ്‌രിബ് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിയ്യത്ത് വന്ന് നാളെയും ഞാൻ റമളാനിലെ നോമ്പ് തന്നെയാണ്, ഞാൻ നോൽക്കും എന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിയ്യത്ത് മനസ്സിൽ വന്നത്. എന്നാ മതിയോ? എന്നാലും മതി. ഇനി ഒരാൾക്ക് ബാത്റൂമിൽ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് അപ്പോഴാണല്ലോ കുറെ ചിന്ത വരിക. ആപ്പിൾ എങ്ങനെ താഴത്തേക്ക് വീണത്, മേലോട്ട് എന്തേ പൊന്താത്തതൊക്കെ ചിന്തിച്ചത് ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്തല്ല. അപ്പൊ ഇതുപോലെ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്താണ് ഒരാൾക്ക് നിയ്യത്ത് വന്നത് നാളത്തെ ദിവസത്തിന്റെ നോമ്പ്. അങ്ങനെ നിയ്യത്ത് മതിയോ? മതി, ആ നിയ്യത്തും മതി. ഇവന് ഒരാൾക്ക് ജിമായിന്റെ നേരത്താണ് ഈ നിയ്യത്ത് വന്നത്, മൂപ്പര് കയ്യിലൊന്നല്ല രസം, നോമ്പിന്റെ കാര്യത്തിൽ രസം. അങ്ങനെ ഒരുത്തൊരു നിയ്യത്ത് വന്നു, എന്നാ അതും മതി. ഏത് സമയത്ത് രാത്രിയുടെ യാമങ്ങളിൽ സെക്കൻഡുകൾക്കുള്ളിൽ എപ്പോഴെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ നാളെ എനിക്ക് റമളാൻ നോമ്പാണ് എന്ന് മനസ്സിൽ വിചാരിച്ച് ആ ഒരു കരുത്ത് വന്ന നോമ്പിന്റെ നിയ്യത്താവാൻ അത് മതി. പിന്നെ വായിക്കാര പറയണം എന്നില്ല. പക്ഷെ ഞാനീ പറഞ്ഞ ടൈമുകൾ ഉണ്ടല്ലോ, നിക്കാര ടൈം, ടോയ്ലറ്റിലിരിക്കുന്ന ടൈം, ജിമായിന്റെ ടൈം, ഈ ടൈം നമുക്ക് നോമ്പിന്റെ നിയ്യത്ത് വെക്കാൻ ഉചിതമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് അതിന് പറ്റിയ ടൈമല്ല, ഉചിതമായ ടൈമല്ല, ഔചിത്യം കുറവുണ്ട്. എന്ന് വെച്ചാൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിസ്കാരത്തിന്റെ കാര്യം അല്ലാത്ത വേറെ കാര്യം ഓർമ്മയിൽ വരിക എന്നുള്ളത് എന്തല്ല, ഉചിതമല്ല. നിസ്കാരത്തിന്റെ ക്ലാരിറ്റിയെയും അതിന്റെ പ്യൂരിറ്റിയെയും അത് നഷ്ടപ്പെടുത്തിക്കളയും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഉചിതമല്ല. ഇപ്പൊ നല്ലൊരു നോമ്പിന്റെ നിയ്യത്ത് കക്കൂസ് കൊണ്ടുപോയി വെക്കണ്ടാലോ, അത് നമുക്കൊരു ഒരു അനുചിതത്വം നമുക്ക് തോന്നില്ല, അത്രേ ഉള്ളൂ. എന്നല്ലാതെ നിയ്യത്താവാൻ ആ സമയത്ത് മനസ്സിൽ വന്നാലും എന്തുതന്നെയാണ്, നിയ്യത്ത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേക എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ചില ആളുകളുടെ സംശയം, പിന്നെ നമ്മൾ സാധാരണ നിയ്യത്ത് വെക്കുമ്പോൾ നാളെ എന്നാണല്ലോ പറയുന്നത്. ഒരാൾ പൊച്ചക്ക് ചോറ് കഴിക്കാൻ എണീച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ എഴുന്നേറ്റിട്ട് അപ്പൊ പിന്നെ നാളെ എന്ന് പറയാൻ മാത്രം ഇല്ലല്ലോ, കാരണം മിനിറ്റുകൾ കഴിയുമ്പോഴത്തേനും വല്ലാക്ക വാങ്ങി കൊടുക്കല്ലേ, പിന്നെ അവിടെ നാളെ എന്ന് പറയാൻ എവിടെ? അപ്പൊ നാളെ എന്ന് പറയണമെങ്കിൽ പുറകിന് നീണ്ട കയറുപോലെ നീണ്ടു കിടക്കുന്ന സമയം വേണമെന്നാണ് മൂപ്പരെ വിചാരം. ഈ നാളെ എന്ന മലയാളത്തിന്റെ അർത്ഥം, ആ വാക്കിന് അർത്ഥം എന്തില്ല. നമ്മൾ ഈ പറയപ്പെട്ടതുപോലെ സാധാരണ നാളെ ഇന്നെന്ന് പറയുന്നത് ഒരർത്ഥമുണ്ട്, ആ അർത്ഥം തന്നെ ആവണമെന്നില്ല. നാളെ എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഉൾക്കൊള്ളുന്ന ദിവസത്തിന്റെ ശേഷം വരുന്ന ദിവസം, അങ്ങനെയല്ല. നെക്സ്റ്റ് പകൽ എന്നേ അതിന് അർത്ഥമുള്ള, അടുത്ത് വരുന്ന പകൽ എന്നാണ് ഈ നാളെ എന്ന വാക്കിന് അർത്ഥം ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ഒരു ദിവസം അറിയണമെങ്കിൽ രാത്രി അർദ്ധരാത്രി 12 മണിക്ക് ശേഷം എന്തായി അടുത്ത ദിവസത്തിലേക്ക് കലണ്ടർ മറിയും. അറബി കലണ്ടർ പ്രകാരം 12 മണി ആവണ്ട, മഗ്‌രിബിന് തന്നെ എന്തായി അടുത്ത ദിവസത്തേക്ക് കലണ്ടർ മറിയും. അപ്പൊ നമ്മൾ സാധാരണ മഗ്‌രിബിന് ശേഷം നിയ്യത്ത് വെക്കുമ്പോഴും നാളെ നോക്കാൻ പറ്റൂലല്ലോ അറബി കണക്കനുസരിച്ചിട്ട്. അപ്പൊ ഈ നാളെ എന്നുള്ളതിന്റെ അർത്ഥം എന്തേ ഉള്ളൂ, വരാനിരിക്കുന്ന പകൽ എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കേണ്ട പകൽ സമയത്തെ കുറിച്ച് നെക്സ്റ്റ് എന്നുള്ളതിന്റെ അർത്ഥത്തിലാണ്, അടുത്തത് എന്നുള്ള അർത്ഥത്തിനെ ഏതുള്ളൂ, നാളെയുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ഈ നാട്ടിലത്തെ ഒരു ഭാഷാശീലം ഉണ്ടല്ലോ, എന്താ അത്, മറ്റന്നാൾ എന്ന് പറയും.
ഈ മറ്റന്നാൾ എന്ന് പറയുന്നത് നാളത്തെ കഴിഞ്ഞ തൊട്ട് ശേഷമുള്ള ദിവസത്തേക്ക് തന്നെ ആയിക്കൊള്ളുന്നുണ്ടോ നമ്മൾ ഈ മറ്റന്നാൾ എന്ന് പറയുന്നത്? അല്ല, കുറേ നീണ്ട ദിവസം അങ്ങോട്ടുള്ള അവധി ഉണ്ടാവും. ഒരു മാസം 2 മാസമൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസത്തെ കുറിച്ച് നമ്മൾ മറ്റന്നാൾ എന്ന് പറയാം. അതുപോലെ മുഞ്ഞാന്ന് എന്ന് പറയും. മുഞ്ഞാന്ന് എന്ന് പറയും ഇന്നലത്തെ തൊട്ട് മുമ്പുള്ള ദിവസത്തിനല്ലേ ശരിക്കും മിഞ്ഞാന്ന് എന്ന് പറയാം. പക്ഷെ നമ്മൾ മിഞ്ഞാന്ന് ഉദ്ദേശിക്കുന്നത് ഇന്നലത്തെ തൊട്ട് മുമ്പുള്ള ദിവസത്തേക്കല്ല, മാസങ്ങളോളം മുമ്പുള്ള ദിവസത്തെ കുറിച്ച് നമ്മൾ മുഞ്ഞാന്ന് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഭാഷയിൽ തന്നെ ചില പ്രത്യേകതകളിലെ പ്രയോഗ വ്യത്യാസം. ഇതുപോലെ റദ് എന്ന അറബി ഭാഷ വാക്കിന് അർത്ഥം നാളെ എന്ന് പറയുന്നു എന്ന് മാത്രം. ആ നാളെയുടെ ഉദ്ദേശം എന്താണ്? വരാനിരിക്കുന്ന പകൽ എന്നേ അർത്ഥമുള്ളൂ. അപ്പോ നാളത്തെ ദിവസത്തെ നോമ്പ് എന്നെങ്ങനെ വെക്കുക എന്നുള്ള സംശയത്തിനുള്ള മറുപടിയാണ്. അപ്പൊ ഫജ്റിന്റെ മുമ്പ് നിയ്യത്ത് വെക്കുമ്പോഴെല്ലാം അവൻ നാളത്തെ നോമ്പ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, അങ്ങനെ പറയാം. അതേ സമയത്ത് സുന്നത്തായ നോമ്പുകളാണെങ്കിൽ അറഫ നോമ്പ്, മുഹറം നോമ്പ് പോലത്തെ സുന്നത്ത് നോമ്പുണ്ട്. ആ നോമ്പുകൾക്ക് നിയ്യത്ത് രാത്രിയിൽ തന്നെ ആവണം എന്നില്ല, പകലിലും ആവാം. അത് നേരം വെളുത്തിട്ട് പകലിലും ആവാം. ളുഹറിന്റെ മുമ്പായി നിയ്യത്തുണ്ടായാൽ മതി എന്നുള്ളത്. പക്ഷേ സുബഹി മുതൽക്ക് നോമ്പിൽ മുറിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാതെ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. നിയ്യത്ത് എപ്പോൾ മതി? ളുഹറിന്റെ മുമ്പ് ഉണ്ടായാൽ മതി. അവിടെ നിയ്യത്ത് വെക്കുമ്പോൾ ഒരാൾ രാവിലെ 8 മണി 9 മണി സമയത്ത് സുന്നത്ത് നോമ്പിന്റെ നിയ്യത്ത് വെക്കുകയാണെങ്കിൽ നാളെ എന്നാണോ പറയാ? അതെല്ലാവർക്കും പറഞ്ഞൂടെ, നാളെ എന്ന് പറയാൻ പറ്റൂല, ആയിട്ടില്ല. അപ്പോൾ അവനെന്താ പറയാ? ഇന്ന് ഞാൻ നോമ്പാണ്. സുന്നത്ത് നോമ്പിന് അത്രേ വേണ്ടുള്ളൂ, ഇന്ന് ഞാൻ നോമ്പാണ് എന്ന് പറഞ്ഞാൽ മതി. ഇത്രയേ ഉള്ളൂ. സുബഹിന്റെ മുമ്പും ശേഷമാകുമ്പോൾ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു ഇന്നത്തെ നോമ്പ് നെക്സ്റ്റ് പകലിനെ ഉദ്ദേശിച്ച് നിങ്ങൾ ഇന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നാളെ എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് സുബഹിന്റെ ശേഷമൊന്നല്ലേ? അത് അർത്ഥം ഉദ്ദേശിച്ചാൽ ആകാവുന്നത് പോലെ. ഇനി വേറൊന്നും കൂടി മനസ്സിലാക്കണം. ഇപ്പൊ അവർ ചോദിച്ചപ്പോ നന്നായി. ഈ നാളെ ഇന്ന് എന്നുള്ളത് പറയാൻ തന്നെ നോമ്പിന്റെ നിയ്യത്ത് വെക്കാം, അതിന് നിർബന്ധമില്ല. ഈ നാളെ ഇന്ന് എന്നുള്ള ആ വാക്കന്നെ ചേരണമെന്നില്ല നിയ്യത്തിന്. എന്ത് മതി? ഞാൻ റമളാൻ നോമ്പ് നോക്കാൻ കരുതി എന്ന് മാത്രമേ വേണ്ടുള്ളൂ. നാളെ എന്നും പറയണ്ട, ഇന്നൊന്നും പറയണ്ട, അത് പറഞ്ഞോളുന്നില്ല. പക്ഷെ അതൊക്കെ എന്തിൽ വരും? സുന്നത്തിൽ പെടും. ഇതല്ല. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിയായ ഇൽമു കൊണ്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ധാരാളം ബറക്കത്തുകളും നിഅമത്തുകളും അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ കുടുംബത്തിനും അല്ലാഹു തആല നൽകട്ടെ. നമ്മുടെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കൊക്കെയും നൽകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.